MK മുനീറിനെ ഒഴിവാക്കി 2 വനിതകൾ ഉൾപ്പെടെ 10 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി 25 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ്. 9 MLA-മാർ ഉൾപ്പെട്ട പട്ടികയിൽ PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മാറി മലപ്പുറത്ത് മത്സരിക്കും. KM ഷാജി വേങ്ങരയിലും PK ഫിറോസ് കൊടുവള്ളിയിലും ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിലും ജനവിധി തേടും. ചരിത്രത്തിലാദ്യമായാണ് 2 വനിതകളെ ലീഗ് മത്സരിപ്പിക്കുന്നത്. മത്സരിക്കാൻ ഇല്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PM സലാം നേതൃത്വത്തെ അറിയിച്ചു. പുനലൂർ, ചേലക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. ഇതിപ്പോൾ 25 സ്ഥാനങ്ങളിലേക്കുള്ള ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇനി 2 പുനലൂരിലും ചേലക്കരയിലും അവിടെ കൂടി മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്. അത് 2 ദിവസത്തിനകം അത് പ്രഖ്യാപിക്കുന്നതാണ്. മുഴുവൻ നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച പട്ടികയിൽ 2 വനിതകൾ ഉൾപ്പെടെ 10 പുതുമുഖങ്ങളും 9 സിറ്റിംഗ് MLA-മാരും ഇടം നേടിയിട്ടുണ്ട്. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ച് MK മുനീറിനെ ഒഴിവാക്കി. മുനീറിനെ പരിഗണിച്ച് കോഴിക്കോട് സൗത്തിൽ യൂത്ത് ലീഗ് ദേശീയ നേതാവ് ഫൈസൽ ബാബു മത്സരിക്കും. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നതിനായി MK മുനീർ പ്രതികരിച്ചു. പാർട്ടിക്ക് മത്സരിക്കാമെന്നും പറയാം, മത്സരിക്കാതിരിക്കാമെന്ന് പറയാം. 2 പറഞ്ഞു കഴിഞ്ഞാലും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി എടുത്ത തീരുമാനത്തെ ഞാൻ സർവാത്മന അതിന് സ്വാഗതം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറി. പകരം KM ഷാജി വേങ്ങരയിൽ മത്സരിക്കും. കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോട് കാത്തിരിക്കണം ഒരു കൗണ്ട് ഡൗൺ. ഇനി എത്ര ദിവസം ഈ ഒരു മാറ്റത്തിന് വേണ്ടി, അതാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി അവരനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് കരകയറാൻ ഇനി ഒരു 10-25 ദിവസം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് അവർ. ചരിത്രത്തിലാദ്യമായാണ് 2 വനിതാ സ്ഥാനാർത്ഥികൾ പട്ടികയിൽ ഇടം നേടിയത്. വനിതാ ലീഗ് നേതാക്കളായ ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിലും ജയന്തി രാജൻ കൂത്തുപറമ്പിലും ജനവിധി തേടും. പേരാമ്പ്രയിലേക്ക് പോകുമ്പോൾ 100% പ്രതീക്ഷയോടെ തന്നെയാണ് പോകുന്നത്. കേരളത്തിലുടനീളമുള്ള ഈ ഭരണവിരുദ്ധ തരംഗത്തിനെതിരെയുള്ള ആദ്യത്തെ ഹിറ്റ് പേരാമ്പ്രയിൽ നിന്ന് നൽകാൻ പറ്റിയാൽ അത് തന്നെയാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ 100 സീറ്റ് പിടിക്കും. ആ 100 സീറ്റിൽ കൂത്തുപറമ്പും ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. MLA-മാരായ AKM അഷ്റഫ്, നജീബ് കാന്തപുരം, കുരുക്കോളി മൊയ്തീൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, PK ബഷീർ, മഞ്ഞളാംകുഴി അലി, N ഷംസുദ്ദീൻ എന്നിവർക്ക് വീണ്ടും അവസരം നൽകി. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിനെ വള്ളിക്കുന്നിലേക്ക് മാറ്റി. PK ഫിറോസ് കൊടുവള്ളി, PK നവാസ് താനൂർ, കാസർഗോഡ് കല്ലട മായിൻ ഹാജി, അഴീക്കോട് അബ്ദുൽ കരീം ചേലേരി, കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള, മഞ്ചേരി M റഹ്മത്തുള്ള, ഗുരുവായൂർ CH റഷീദ്, കളമശ്ശേരി V അബ്ദുൽ ഗഫൂർ, കൊണ്ടോട്ടി TP അഷ്റഫ് അലി, തിരുവമ്പാടി CK കാസിം, തിരൂരങ്ങാടി PMA സമീർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. കോങ്ങാടിന് പകരം ലഭിച്ച ചേലക്കരയിലും പൂനലൂരിലും സ്ഥാനാർത്ഥികളെ പിന്നീട് തീരുമാനിക്കും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പാണങ്ങാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എത്തി. മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെ PMA സലാം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമെന്നും വ്യക്തമായി. ന്യൂസ് മലയാളം, മലപ്പുറം.